ഇതിനിട്ട് ഒരു ഒന്നൊന്നര പണിയാണ് അവൻ ചെയ്തത്. ഇങ്ങനെ നിൽക്കുന്ന ഈ സാധനം നിങ്ങൾ കണ്ടല്ലോ. പക്ഷേ അവൻ അതിൻ്റെ അടി കാണിച്ച് വെച്ച പണി കണ്ടു. നോക്കിക്കേ, ആ കാലിനകത്തേക്ക് ഒരു വലിയ തുള ഉണ്ടാക്കി വെച്ചേക്കുന്നു. നമ്മുടെ മൂഷികൻ്റെ ഒരു വലിയ പരിപാടിയാണ് കാണിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഞാനെന്താ ചെയ്തു, അതുകൊണ്ട് ഇനി അത് നിർത്തിയിട്ട് വലിയ കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മണ്ടയിലോട്ട് വന്ന് അവൻ കയറിയിരുന്ന് ഇത് മൊത്തം കഴിക്കും. അതുകൊണ്ട് ഞാനവനെ വെട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. അത് നമ്മൾ ആ സാധനം കൊണ്ടുവന്ന് അതിൻ്റെ കിഴങ്ങൊന്നുമല്ല നമ്മൾ കറി വയ്ക്കുന്നത്, ഉണ്ടാക്കുന്നത്. കറിയല്ല, ഫുഡായിട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഈ തണ്ടാണ് ഇങ്ങനെ വണ്ണം വെച്ച് വരുന്നത്. ഈ തണ്ടാണ് നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് വെട്ടിമുറിക്കണ ഇച്ചിരി പാടാണ്. നല്ല കട്ടിയുള്ള തോടാണ് ഇതിനുള്ളത്. അത് കത്തി വെച്ച് വെട്ടിമുറിക്കച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്തിക്ക് നല്ല ബലമുള്ള കത്തി വെച്ച് വേണം വെട്ടിമുറിക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് കത്തി ഒടിഞ്ഞു പോകും. ഇതിന് കത്തിക്കാൻ ബലം കുറവാണ്, എന്നാലും ഇതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളത് വെട്ടിമുറിക്കുകയാണ്. ബോഡിയാണ്. പിന്നെ ഒരു കൈ കൊണ്ട് ഞാൻ വീഡിയോ അടുപ്പേ വെക്കണം. വെക്കുന്നതിന് മുമ്പ് നമ്മൾ എടുത്തിട്ട് കൊടുക്കണം. നട്ടു വളർത്തിയ ഒരു ചെടിയാണ് ഇത്. പച്ചക്കാന്താരി ഇല്ലാത്തത് കൊണ്ട് ഇന്ന് നീലമുളക് വെച്ച് അതിനുശേഷം ഉപ്പ്, വെളിച്ചെണ്ണ, വിനാഗിരി ഉണ്ടെങ്കിൽ അല്പം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മുടെ ചേമ്പിന് കൂട്ടാൻ നല്ല സൂപ്പർ കറി.